ശ്രീ എ സമത്ത്, അങ്ങനെ സാം പെട്രോൾ കടത്തി പറയുന്നിടത്ത് രാജ്യത്തിന്റെ വെൽത്ത് പുനർവിതരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് രാജ്യം എത്തും. അത് മാത്രമോ, എന്തൊക്കെയാണ് പി എഫ് ഐയുമായി കൂട്ടുപിടിച്ച് രാജ്യവിരുദ്ധ ശക്തികൾ, നാളെ ഡിഫമേഷൻ കേസ് കൊടുക്കാം, രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന തീരുമാനങ്ങൾ വിജയമൊക്കെ കൈവരിക്കുന്നത് എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങളാണ് ഇന്ത്യ മുന്നണിക്കെതിരെ ഉയർത്തുന്നത്. മാധു, ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി ശ്രീ ശങ്കു പറഞ്ഞു നിർത്തിയ ഇടത്ത് നിന്ന് ഞാൻ തുടങ്ങാം. അത് ഇതിനിപ്പോൾ നമ്മൾ കേരളത്തിലെ പോളിംഗ് എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ഒന്നാം UPA സർക്കാർ എന്നതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യം, അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ലോക്സഭയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവല്ല. ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് അന്ന് അംഗസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് അല്ല. കോൺഗ്രസ് അതിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീമതി സോണിയാഗാന്ധിയെ തീരുമാനിക്കുമ്പോഴും മറ്റ് പല അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്ന അവരിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു സമവായത്തിലേക്ക് എത്തുന്നത്, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നത്, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ അത്തരത്തിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ആ പിന്തുണ നൽകുന്നത്. ഒരു കോമൺ മിനിമം പ്രോഗ്രാം. ആ CMPയിൽ ആ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് പാർലമെൻറ്റ് പാസ്സാക്കുന്നതും അത്തരത്തിൽ വരുന്നതും. CPM ഉൾപ്പെടെ പറഞ്ഞത് ഇത് പട്ടണപ്രദേശങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക് അടക്കം വ്യാപിപ്പിക്കണം, ഇത് ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ആൾ കേരളത്തിൽ നിന്നുള്ളൊരു പാർലമെൻറ്റ് അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വർക്കല രാധാകൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനം കൂടിയായിരുന്നു നമ്മുടെ ഈ പോളിംഗ് കഴിഞ്ഞ് 26-ാം തീയതി. പൊതുമിനിമം പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്തരത്തിൽ ഇടപെട്ടത് കൊണ്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഒരു സെല്ലിംഗ് സ്പ്രീ നടത്താൻ കഴിഞ്ഞില്ല. എന്തിൻ്റെ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അത്തരത്തിലുള്ള വിറ്റഴിക്കൽ എന്നുള്ളത് കഴിഞ്ഞില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഇവിടെ മാധു ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ശങ്കു പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ റിസോഴ്സ് എന്നുള്ളത്, അസറ്റ് എന്നുള്ളത്, ഇതിനെല്ലാം നമ്മുടെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ അതിൻ്റേതായ നിർവചനങ്ങൾ തന്നെയുണ്ട്. സ്വത്ത് എന്നത്, വിഭവങ്ങൾ എന്നുള്ളത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന അത്രേ ഉള്ളൂ. ഞാൻ 2 മിനിറ്റ് എടുത്ത് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ചുരുക്കാം. കാരണം BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ പറയട്ടെ. BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ ആരാണ്? ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിമാരുടെയും നാവിൻ്റെ തുമ്പിൽ നിന്ന് വന്നിട്ടില്ലാത്ത വിധത്തിൽ തൻ്റെ രാഷ്ട്രീയ എതിരാളി ശത്രുക്കളല്ല എന്നുകൂടി കാണണം. രാഷ്ട്രീയ എതിരാളികൾ ശത്രുക്കളല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും മറുഭാഗത്ത് നിൽക്കുന്നവർ ശത്രുവല്ല. അതിന് മറ്റു വിധത്തിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എതിരാളിയാണ്. ശരി, ഏറ്റവും ക്രൂരമായ, ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും അപഹാസ്യമായ, ഏറ്റവും ജുഗുപ്സാവഹമായ, റിഡിക്കുലസ് എന്ന് പോലും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിനപ്പുറമായില്ല. ഞാൻ സഭ്യതയുടെ അതിർവരമ്പിൽ ഞാൻ ലംഘിക്കുന്നില്ല. പാർലമെൻറ്റിനകത്തും പറഞ്ഞിട്ടുണ്ട്, പാർലമെൻറ്റിന് പുറത്തും പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമല്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള പരിഹാസത്തിൻ്റെ അമ്പുകൾ ഏൽക്കേണ്ടി വന്ന ആൾ ഇന്ന് പഞ്ചാബ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. ഞാനീ പറയുന്നത്, ഞാനും ഇന്നത്തെ കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന MP രാജേഷും PK ശ്രീമതി ടീച്ചറും ജോയ്സ് ജോർജും ഇന്നസെൻ്റ് ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് PK ബിജു, ഞങ്ങളുടെ മുന്നിലാണ് സഖാവ് P കരുണാകരൻ്റെ സ്ഥാനം. ഞങ്ങളിരിക്കുന്നതിനടുത്താണ് അദ്ദേഹത്തിൻ്റെ ബെഞ്ച്, അദ്ദേഹം ഇരിക്കുന്ന സീറ്റ്. പലപ്പോഴും അപ്പുറത്തുനിന്ന് BJPയിലെ ഏതെങ്കിലും അത്തരത്തിൽ MPമാരോ അതല്ല എങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ വല്ലാതെ ഇങ്ങനെ ഈ ഭത്സിക്കുന്ന നിലയിലേക്ക് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വിധത്തിലും അത്തരത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ശ്രീമതി ഗാന്ധി പോലും അത്തരത്തിൽ ഈ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചു മറ്റു കാര്യങ്ങൾ പറയുമ്പോഴും പാർലമെൻറ്റിൻ്റെ റെക്കോർഡിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഈ വിധത്തിൽ അങ്ങനെ കളിയാക്കലല്ല, അതെല്ലാം വളരെ അവിടെ ഈ എഴുന്നേറ്റ് നിന്ന് മാൻ കരഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിന് പുറത്തെന്താണ് ഇവിടെ BJP എടുക്കുന്ന നിലപാട് എന്നുള്ളത്? അങ്ങേറ്റത്തെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണല്ലോ രാജസ്ഥാനിൽ പോയി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അത് തന്നെ എന്താണ്? കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ 25 MPമാർ
പിമാരും ആ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച് BJPയുടെ എംപിമാരായി 25 പേരും ജയിച്ചതായ ഒരു സംസ്ഥാനമാണ്. അവിടെ അതിനപ്പുറം ഒന്നും ഇനി കിട്ടാൻ പോണില്ല. അപ്പോൾ അവിടെ എന്താണ്, ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോൾ BJPയുടെ കണക്കെടുപ്പ് അനുസരിച്ച് അവർക്ക് തന്നെ ലഭിക്കേണ്ടുന്ന വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതും പോൾ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നതുമായ പോളിംഗ് പെർസെൻറ്റേജിൽ കനത്ത ഇടിവുണ്ടായി എന്നുള്ള, അതായത് BJPയിലുള്ള വിശ്വാസം അത്തരത്തിലുള്ള ആ ബൂത്തുകളിൽ അവർക്ക് ആ സ്വാധീന മേഖലയിൽ അവർക്ക് അതിനനുസരിച്ചുള്ള വോട്ട് വന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് കൂടുതലായി വർദ്ധിപ്പിക്കണം. രണ്ടാമത്തേത്, രാജസ്ഥാൻ വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. രാജസ്ഥാൻ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്താ പറയുന്നത്, അവിടെ പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയുടെ അവരുടെ പ്രകടന പത്രികയിലെല്ലാം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് എന്നുള്ള നിലയിലേക്കാണ്. അതിലെന്താണ് അപകടം? ഇനി അങ്ങനെ ഉണ്ട് എങ്കിൽ വേറൊരു കാര്യം, ഇവിടെ ഞാൻ ഈ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, നുണ പറയുക എന്നുള്ളത് തങ്ങളുടെ മൗലിക അവകാശമായി BJP നേതാക്കൾ വെച്ചു പുലർത്തുന്നുവെങ്കിൽ ഒറ്റ ഉദാഹരണമേ എനിക്ക് പറയാനുള്ളൂ. ഒരൊറ്റ ഉദാഹരണം എന്താണെന്നറിയോ? ഇന്ത്യയിൽ ആദ്യത്തെ സീപ്ലെയിൻ യാത്രക്കാരൻ എന്നത് താനാണ് എന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ തൻ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ തന്നെ ആ വിധത്തിൽ കുറിച്ച ആളാണ് ഈ ശ്രീ നരേന്ദ്രമോദി. 2018-19 ഇന്ത്യയിൽ ആദ്യത്തെ സീപ്ലെയിൻ യാത്രക്കാരൻ താനാണ് എന്ന് കുറിക്കുന്നത് സബർമതിയിലെ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ 9 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ രാജഹംസ് എന്ന പേരിലുള്ള ഒരു സീപ്ലെയിൻ സർവീസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിലെ അഡ്മിനിസ്ട്രേഷനും പവൻ ഹൻസ് എന്ന ഹെലികോപ്റ്റർ കോർപ്പറേഷൻ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനവും സംയുക്തമായി ആരംഭിച്ചതുണ്ട്. അത് പലപ്പോഴും ഈ കടൽ അത് പ്രക്ഷുബ്ധമാവുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റാതായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാനാണ് ആദ്യത്തെ യാത്രക്കാരൻ എന്നുള്ള നിലയിൽ എന്ന് വെച്ചാൽ ഇതെല്ലാം ഇവരെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മുമ്പ് ശൂന്യതയും ഞങ്ങൾക്ക് ശേഷം പ്രളയവുമാണ് എന്നുള്ള നിലയിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ്, ദക്ഷിണേന്ത്യക്കെതിരായിട്ട് നടത്തുന്നതായിട്ടുള്ള വല്ലാത്ത പ്രചരണങ്ങൾ അത്തരത്തിൽ ഇവിടെ പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ മുഖ്യമായി വരികയാണ്. ഇതൊക്കെ തന്നെ രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ്.